ക്രിസ്തുമസ് ദിന സന്ദേശത്തിൽ യുദ്ധ ഇരകൾക്കായി പ്രാർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗാസയിലെ യുദ്ധം കടുപ്പിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മാർപ്പാപ്പ യുദ്ധത്തെ വിമർശിച്ച് രംഗത്ത് വന്നത്. ഗാസയിലെ യുദ്ധം കടുപ്പിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മാർപ്പാപ്പ യുദ്ധത്തെ വിമർശിച്ച് രംഗത്ത് വന്നത്. യേശു ജനിച്ച മണ്ണിൽ സമാധാന സന്ദേശം മരിച്ചുവെന്നും യുദ്ധത്തിന്റെ വ്യർത്ഥമായ യുക്തിയിൽ സമാധാനം നിരസിക്കപ്പെട്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു. യുദ്ധത്തിന്റെ യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദുരിതവും പട്ടിണിയും അടിമത്തവും നേരിടുന്ന എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് മാർപ്പാപ്പ നേരിട്ട് പരാമർശിച്ചില്ല. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 6500ഓളം വിശ്വാസികൾ മാർപ്പാപ്പ നേതൃത്വം നൽകിയ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.